ചൂടിൽ ചുട്ടുപൊള്ളി കേരളം. പാലക്കാട് ജില്ലയിൽ താപനില 40 ഡിഗ്രിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. കെട്ടിട നിർമ്മാണ തൊഴിൽ മേഖലയിൽ വെയിൽ കനക്കുന്ന സമയത്ത് ജോലി വേണ്ടെന്ന നിർദ്ദേശമുണ്ടെങ്കിലും ഭൂരിപക്ഷ മേഖലയിലും അത് പാലിക്കപ്പെടുന്നില്ല. കടുത്ത വെയിലും വിശ്രമമില്ലാതെ ജോലിയാണ് ഓൺലൈൻ ഡെലിവറി ജീവനക്കാർക്കുമുള്ളത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഹോട്ടലുകാർ നേരത്തെ ഫുഡ് തന്നാലും കുഴപ്പമില്ല. ഈ ഹോട്ടലൊന്നും കുഴപ്പമില്ല. ചില ഹോട്ടലൊക്കെ നമ്മളെ പുറത്ത് നിർത്തത്തുള്ളൂ. നമ്മൾ വെയിലത്ത് നിന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നിന്നിട്ടൊക്കെ ഫുഡ് എടുത്തിട്ട് പോകുന്നത്. ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. പിന്നെ ഓടുന്നേ ഉള്ളൂ. കൈ നോക്കിയത് രണ്ട് കളറായിരിക്കും ശ്രദ്ധിച്ചാലറിയാം. ഇതൊക്കെ തന്നെ അവസ്ഥ. നമ്മൾ ഓടും. നമ്മൾ പിന്നെ 6-7 വർഷം കൊണ്ട് ഓടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ ഒരു ജീവിതമാർഗ്ഗമാണ്. ഓടിപ്പോകുന്നു, അത്രേ ഉള്ളൂ. 11 to 4 സെർച്ചുള്ള സമയം. അതിന് പൈസ കൂടുതൽ കിട്ടും. ആ സമയം നമ്മൾ ഓടിയേ പറ്റത്തുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ മറ്റേ ഇൻസെന്റീവ് കിട്ടൂല. പക്ഷെ നമ്മൾ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ അതുകൊണ്ട് ചൂട് കൊണ്ടും നമുക്ക് പ്രശ്നമില്ല. പിന്നെ പണിയെടുക്കണ്ടേ, അതുകൊണ്ട് ഈ പണി അങ്ങനെ ചെയ്യാണ്. തുടർച്ചയായ 2ാം ദിവസവും വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് ഉയരത്തിലാണ്. ഇന്നലത്തെ മൊത്ത വൈദ്യുതി ഉപയോഗം 117.15 ദശലക്ഷം യൂണിറ്റായി. നിലവിൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമില്ലെന്നും വൈദ്യുതി ഉപഭോഗം നിയന്ത്രിക്കാൻ ആളുകൾ സ്വയം തയ്യാറാകണം, ഒരുങ്ങണമെന്നൊക്കെയാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നത്. പവർ കട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമിക്കുന്നുണ്ട്. ഇതിലിപ്പോൾ ഈ ഗ്യാസിൻ്റെ പോയപ്പോൾ ഇഞ്ചക്ഷൻ കുക്കറും AC വല്ലാതെ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്നത് കൊണ്ട് ചെറിയൊരു നിയന്ത്രണം എല്ലാവരും കൊണ്ടുവന്നാൽ നമുക്കൊരു പ്രശ്നമില്ലാണ്ട് പോകും. ഓവർലോഡാകുമ്പോൾ ഡ്രിപ്പാകുമല്ലോ, അതാണിപ്പോൾ നടക്കുന്നത്. എന്തായാലും ഉച്ചയിൽ ചൂടേറുകയാണ്. നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജേബിയും, കൊച്ചിയിൽ നിന്ന് ലാൽകൃഷ്ണയും, കോഴിക്കോട് അനീഷ് ദേവസ്യ, 3 റീജിയനിൽ ആളുകൾ വരുന്നുണ്ട്. ആദ്യം ജിബിൻ ജേബിയിലേക്കാണ്. ജിബിൻ, ചുട്ടുപൊള്ളുന്ന വെയിലാണ്. പ്രധാനമായും നമ്മൾ അത്രത്തോളം അഡ്രസ് ചെയ്യാത്ത ഒരു വിഭാഗമാണ് ഗിഗ് വർക്കേഴ്സ്. ഈ പറഞ്ഞ ഡെലിവറി ബോയ്സ്. ഉച്ച സമയത്തൊക്കെ അവർ ഇങ്ങനെ ബൈക്കിൽ നിരന്തരം പോകുന്ന നമ്മൾ കാണുന്നതാണ്. ഈ പറഞ്ഞ നിയന്ത്രണങ്ങൾ, മുന്നറിയിപ്പുകളൊന്നും കൃത്യമായി പാലിക്കപ്പെടുന്നില്ല. ആരാണത് പാലിക്കപ്പെടുത്തേണ്ടത്, ആരാണ് നിയന്ത്രിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്? അത് തന്നെയാണ്. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കേരള തമിഴ്നാട് അതിർത്തിയായ പാറശാലയിലാണ്. ഇവിടെയും ചൂടിന് ഒരു കുറവുമില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കാരണം ഈ പാതയോരത്ത് കച്ചവടം ചെയ്യുന്നവരും അതുപോലെ ലോട്ടറി കച്ചവടക്കാരും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് നേരിടുകയും ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് കണ്ടത് ഓൺലൈൻ ഭക്ഷണ ഡെലിവറി ആപ്പുകളുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവരാണ്. അവരുടെ അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ്. ചേട്ടാ, ഇവിടെ ഇതിപ്പോൾ കേരള തമിഴ്നാട് അതിർത്തിയാണ്. ഇവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇതുവരെ ചൂടൊന്നും തോന്നുന്നില്ല. അടുത്ത ഞാൻ ചൂടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ കാറ്ററിംഗ് ആണ്. 24 മണിക്കൂർ അടുപ്പിൻ്റെ മൂടാണ് നിൽക്കുന്നത്. ഇതുവരെ ചൂടായിട്ട് എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ നൈറ്റ് ഫുള്ള് ചൂട് നിൽക്കുകയാണ്, തീ വെക്കൽ നിൽക്കുകയാണ്. ചേട്ടൻ ഇവിടെ തന്നെയുള്ള ആളാണ്. ഇവിടെ എങ്ങനെയുണ്ട് ചൂട്? ഇവിടെ ചൂടെന്ന് പറഞ്ഞാൽ 90 ഡിഗ്രി ചൂടാണ്. മനുഷ്യൻ രാത്രി പാലൊന്നും വീട്ടിൽ കിടന്ന് ഉറങ്ങാനും നിവർത്തിയില്ല. പിണറായി സർക്കാർ പോയാൽ ചിലപ്പോൾ ശരിയാവുമെന്ന് തോന്നണം. മഴയെങ്കിലും പെയ്യും. അതായത് പല പ്രദേശങ്ങളിൽ, അത് ഞാൻ നിൽക്കുന്നത് ഈ കേരള തമിഴ്നാട് അതിർത്തിയിലാണ്. അവിടുത്തെ അവസ്ഥ ഇത് തന്നെയാണ്. കാരണം ഈ ചൂടിന് ഒരു ശമനവും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. നമ്മൾ ഉച്ചയ്ക്ക് സുഖയിൽ കണ്ടതാണ്. അതായത് ഈ ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന വീടുകളിലേക്ക് കടകളിൽ നിന്ന് ഭക്ഷണം ഡെലിവറി ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ നമ്മൾ കണ്ടതാണ്. അവരുടെയൊക്കെ അവസ്ഥ എന്ന് പറയുന്നത് ദയനീയമാണ്. കാരണം അവരുടെ വസ്ത്രങ്ങളിൽ തന്നെ അവരുടെ അവസ്ഥ കാണിച്ചിരുന്നത്, അതായത് കൈയുടെ ഒരു ഭാഗത്ത് ഒരു നിറം, മറ്റൊരു ഭാഗത്ത് മറ്റൊരു നിറം, ആ അവസ്ഥയാണ്. പക്ഷേ ഈ ചൂട് കാലയളവിൽ പോലും പല കടകളും അവരുടെ നീതികേടാണ് ചെയ്യുന്നതെന്നാണ് അവർ പറയുന്നത്. കാരണം മണിക്കൂറോളം കടകളിൽ ചെന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് അവർക്ക് പലർക്കും ഇപ്പോഴും ഉള്ളത് എന്നുള്ള ഒരു കാര്യമാണ്. ചേട്ടാ, ഇവിടെ ഈ ചൂട് എങ്ങനെയുണ്ട്? ഭയങ്കര ചൂട്, സഹിക്കാൻ പറ്റൂല. അത്ര ഇത് പിന്നെ നമുക്ക് ജീവിക്കാൻ വേണ്ടി നമ്മളിത് അനുഭവിച്ചേ പറ്റൂ. അങ്ങനെയാണ്. ഞാൻ കണ്ടതാണ് ചേട്ടൻ വഴിയോരത്തിരുന്ന് കച്ചവടം ചെയ്യുന്നത് കണ്ടതാണ്. എങ്ങനെയാണ് ഈ ചൂടത്ത് ലോട്ടറിയൊക്കെ അതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ? ഇല്ല, ബെനിഫിറ്റ് ഇല്ല. ലോട്ടറിയിൽ ഇപ്പോൾ ബെനിഫിറ്റേ ഇല്ല, പൈസ ഇല്ല. എല്ലാം സർക്കാരിന് തന്നെ. ഇവിടെ എപ്പോഴും ചൂട് ഇങ്ങനെ തന്നെയാണോ? ഇതേ സമയം വൈകുന്നേരം 5:30 മണി വരെ ഇങ്ങനെ തന്നെ ചൂട് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നത്. നിങ്ങൾ കച്ചവടം ചെയ്യുന്നവരാണോ റോഡ് വശത്തിരുന്ന് പൊരിവേലിട്ട്? ഇടയ്ക്കിടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്? കാരണം നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോഴപ്പോഴേ ഈ തൊണ്ട ഉണങ്ങും, അപ്പോഴപ്പോഴും ഉണങ്ങും. അതനുസരിച്ച് കുടിച്ചോണ്ടിരിക്കുന്നത്, വാഹനിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ വെള്ളം എനിക്ക് കൂടുതൽ കുടിക്കാൻ പാടില്ല, കിഡ്നിക്ക് പ്രോബ്ലം ഉണ്ട്. അതുകൊണ്ട് 6 ഗ്ലാസ് വെള്ളം തന്നെ കുടിക്കാൻ പറ്റും. അപ്പോൾ അത് ഇപ്പോൾ 6 കൊണ്ട് നിൽക്കില്ല. വെള്ള വസ്ത്രമൊക്കെ അതിന്റെ ഭാഗത്ത് ധരിച്ചാണ്. കാരണം മുന്നറിയിപ്പിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വെള്ള വസ്ത്രങ്ങൾ കൂടുതൽ ധരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ. ഇല്ല, അത് ഞാൻ ബൈബിൾ വായിച്ച ശേഷം, അതിൻ്റെ വെളിപ്പാട് പുസ്തകം വായിച്ച ശേഷം അത് ധരിക്കാനായിട്ട്. അത് പിന്നെ ഇനി അത് അച്ഛൻ വരെ തന്നെ. എന്തായാലും
സുഹൈൽ, ഈ പ്രദേശങ്ങളിൽ അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതിർത്തി ഗ്രാമങ്ങളിൽ പാറശാല, കളിയിക്കാവിള ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലും വളരെയധികം ചൂടാണ് താപനില ഇപ്പോൾ ഓരോ ദിവസവും രേഖപ്പെടുത്തുന്നത്. തിരുവനന്തപുരം നഗരത്തിൽ അത് 36 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മുടെ അതിർത്തി പ്രദേശത്തോട്ട് വരുമ്പോൾ അത് 39 ഡിഗ്രിയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സുഹൈൽ, എന്തായാലും അമൃത, ചൂടത്തും ചില ആളുകളുടെ നല്ല തണുപ്പൻ തമാശകളുണ്ട്. പിണറായി മാറിയാൽ ചൂട് മാറുമെന്നൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തായാലും അവിടും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നതിൽ തെറ്റില്ല. അതേപോലെ മറ്റൊരാൾ കാറ്ററിംഗ് തൊഴിലാളിയാണ്, അതുകൊണ്ട് അടുപ്പത്ത് നിൽക്കുന്ന ആൾക്ക് ഈ ചൂടല്ല എന്ന് പറയുന്നത്. പക്ഷേ സാമാന്യം ഭേദപ്പെട്ട നല്ല ചൂടാണെന്ന് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.